ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനായ ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപാര ടേസ്റ്റുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം ഒരു സ്പെഷ്യൽ മസാലയാണ് തയ്യാറാക്കുന്നത്. കുറച്ച് കാഷ്യൂസ്, അതുപോലെ പെരിഞ്ജീരകം, 2-3 ഗ്രാമ്പു, 2 ഏലയ്ക്ക, അതുപോലെ കുറച്ച് കറുവാപ്പട്ട. എല്ലാം വളരെ കുറഞ്ഞ അളവ് മതി. കാഷ്യൂസ് മാത്രം ഒരു 5-8 എണ്ണം എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് തണുക്കുമ്പോൾ അത് പൊടിച്ചെടുത്ത് മാറ്റി വെക്കണം. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ മസാല. ഇനി 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1 ടീസ്പൂൺ ഒണിയൻ പൗഡറും, 2 ടേബിൾ സ്പൂൺ തൈരും, അല്പം ഉപ്പും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇതിൽ 1/2 കിലോ ചിക്കൻ പീസസ് കഴുകി നന്നായിട്ട് വൃത്തിയാക്കിയത്, അതുപോലെ കോളിഫ്ലവറും വിനാഗിരിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഉള്ള വെള്ളത്തിൽ നന്നായിട്ട് മുക്കി വെച്ച് കഴുകിയെടുത്ത് ഒട്ടും വെള്ളമില്ലാതെ അതുകൂടെ നമുക്ക് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒരു അരമണിക്കൂറോളം നമുക്കിത് വയ്ക്കാം. ഇനി നന്നായിട്ട് പഴുത്ത ഒരു വലിയ തക്കാളി, 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് അടിച്ച് അതിൻ്റെ ജ്യൂസ് മാറ്റി വയ്ക്കാം. ഇനി 2 വലിയ സവാള, 1 പിടി കുഞ്ഞുള്ളി, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, പിന്നെ നമ്മുടെ രംബ ലീവ്സ്, പാണ്ടൻ ലീവ്സ് എന്നൊക്കെ പറയും, അതും വേണം, കറിവേപ്പിലയും വേണം. ഇനി പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും, ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർക്കാം. അത് ചേർത്ത് ചൂടാകുമ്പോൾ കുറേശ്ശെ നമ്മൾ ഈ ജിഞ്ചറും ഗാർലിക് അരിഞ്ഞതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഇത് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കും. ഇനി നമ്മൾ അതുപോലെ കോക്കനട്ട് സ്ലൈസസ്, അതും വളരെ കുറച്ചേ ഉള്ളൂ, അത് മുഴുവൻ നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആകണ്ട, അതും നമുക്ക് കോരി വയ്ക്കാം. ഇനി 1 പിടി ഉള്ളി, സവാള അരിഞ്ഞത്, അതും നമുക്ക് വഴറ്റി വറുത്ത് കോരിയെടുത്ത് വയ്ക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് ഇത് കോരി മാറ്റാം. ഇതെല്ലാം നമുക്ക് ഗാർണിഷിങ്സിനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി അതേ ഓയിലിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും നമ്മുടെ രംബ ലീവ്സും കൂടെ ഫ്രൈ ചെയ്ത് അതുകൂടെ നമുക്ക് കോരി വെക്കാം. ഇപ്പോൾ ഈ എണ്ണയ്ക്ക് നല്ലൊരു സ്പെഷ്യൽ ഫ്ലേവറാണ്. ഇതിൻ്റെ എല്ലാം ഫ്ലേവർ ഇതിലേക്ക് ഇൻഫ്യൂസ്ഡ് ആകും. അപ്പോൾ ആ ഓയിലിന് ഭയങ്കര ടേസ്റ്റാണ്. ഇനി ആ എണ്ണയിലേക്ക് നമ്മൾ ചുവന്നുള്ളിയും സവാള അരിഞ്ഞതും, അതുപോലെ ബാക്കിയിരിക്കുന്ന ഇഞ്ചി അരിഞ്ഞതും, വെളുത്തുള്ളി അരിഞ്ഞതും, കറിവേപ്പിലയും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപാര ടേസ്റ്റുള്ള ഒരു സ്പെഷ്യൽ ഫ്ലേവറുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് തുടരെ ഇളക്കി വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട്, സവാളയൊന്ന് വഴന്ന് കിട്ടാനായിട്ട് മാത്രം. ഇനി ഇതിലേക്കൊരു സ്പെഷ്യൽ ഫ്ലേവറിന് ചേർക്കുന്നത് 1 പിഞ്ച് തൈമും, അതുപോലെ റോസ്മേറി ലീവ്സ് അതും ഒരു നുള്ള് അതുകൂടെ ചേർത്ത് ഇതൊരു സ്പെഷ്യൽ ഫ്ലേവർ നൽകും. ഇതെൻ്റെ മോളുടെ ഒരു റെസിപ്പിയാണ്, ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ പച്ചമുളക് ചേർക്കാം. അപ്പോൾ മോളാണ് ഈ റെസിപ്പി നമുക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇനി അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ സ്പെഷ്യൽ മസാലയിൽ നിന്ന് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയിട്ട് നമുക്കിനി നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോയുടെ ജ്യൂസ് അതിലേക്ക് ചേർക്കാം. അതിൽ 1/2 ടീസ്പൂൺ ഷുഗർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് നന്നായിട്ട് വഴറ്റുമ്പോഴത്തേക്ക് ആ ഷുഗറിനൊരു ചെറിയ കാരമലൈസ്ഡ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് വരും. അതൊക്കെയാണ് ഈ കറിയുടെ ഒരു പ്രത്യേകത. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ആ ടൊമാറ്റോയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് എണ്ണ ഇതിൽ നിന്ന് തെളിഞ്ഞ് വരുന്നത് വരെ ഇത് വഴറ്റണം. അപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചിക്കനും കോളിഫ്ലവറും ഇതിൽ നന്നായിട്ട്
നിരത്തി കൊടുക്കാം. അപ്പോൾ ഒരു നല്ല വലിപ്പമുള്ളൊരു പാൻ വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇതിൻ്റെ മുകളിൽ അല്പം രമ്പ ലീവ്സ് ഫ്രൈ ചെയ്തത് നമുക്ക് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അതുപോലെ അല്പം കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ, ഇത് സ്ലോ കുക്ക് ചെയ്താണ് എടുക്കേണ്ടത്, നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിടാം. ചിക്കൻ പീസസ് എല്ലാം തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ്റെ മറു സൈഡും കൂടെ നമുക്കിങ്ങനെയൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ സവാള ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ആ കോക്കനട്ടും കൂടെ നമ്മൾ ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് ഒന്നുകൂടെ ഇത് വേവിച്ചെടുക്കാം. ഇപ്പം വീണ്ടും ഒരു 5-6 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് അല്പസമയം കൂടെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ ലീവ്സും ബാക്കി ഒണിയനും കോക്കനട്ടും എല്ലാം കൂടെ നമുക്കിതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്ത് അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.